എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊന്ന് ജീവിക്കുക. തല താഴ്ന്നു പോകേണ്ട പല സാഹചര്യങ്ങൾ മനുഷ്യ ജീവിതത്തിൽ വരാം. പക്ഷെ നിന്റെ തല ഉയർത്താൻ നിന്നെ സഹായിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. ഇന്ന് 92-ാം സങ്കീർത്തനത്തിൽ നിന്നുകൊണ്ട് അതിന്റെ 10-ാമത്തെ വചനമാണ് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. എങ്കിലും എന്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും, പുതിയ എണ്ണ എന്നെ തേപ്പിക്കും. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ തല കുനിയാൻ പോകുകയല്ല, നിങ്ങളുടെ കൊമ്പ് ഉയരുവാൻ പോകുകയാണ്. എങ്ങനെയാണ് കൊമ്പ് ഉയരുന്നതെന്ന് ബൈബിളിൽ എഴുതിയിരിക്കുക. കാട്ടുപോത്തിന്റെ കൊമ്പ് ഉയർത്തുന്നത് പോലെ. ദൈവത്തിന് സ്തോത്രം. മൃഗങ്ങളിൽ ഏറ്റവും ശക്തിയുള്ള മൃഗമാണ് കാട്ടുപോത്ത്. ഇസ്രായേൽ മക്കളുടെ മിസ്രയീമിൽ നിന്ന് കനാൻ നാട്ടിലേക്കുള്ള യാത്രയിൽ അവർ കടന്നു വരുമ്പോൾ ബിലെയാം എന്ന് പറയുന്ന പ്രവാചകൻ ഇസ്രായേൽ മക്കളുടെ ആ വരവിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ദൈവം അവരെ പുറപ്പെടുവിക്കുന്നു. കാട്ടുപോത്തിന് തുല്യമായ ബലം അവർക്കുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും അവരെ പിടിച്ചു കെട്ടാൻ കഴിയത്തില്ല, നിങ്ങൾക്ക് ആർക്കും അവരെ ഒതുക്കുവാൻ കഴിയത്തില്ല. കാരണം അവർ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്, അവർ ദൈവത്തിന്റെ മക്കളാണ്, അവർ ദൈവത്തിന്റെ സമ്പത്താണ്. ഒരു ശക്തിക്കും അവരെ പിടിച്ചു കെട്ടുവാൻ കഴിയത്തില്ല. ഓരോ ദൈവമക്കളെ ഓർക്കണം, നീ ദൈവത്തിന്റെ പൈതലാന്നുള്ളതാണ് നിന്റെ വിജയത്തിന്റെ രഹസ്യം. ഈ ദിവസങ്ങളിൽ ലജ്ജിക്കേണ്ട ചില സാഹചര്യങ്ങൾ മുമ്പിൽ വരുന്നുണ്ട്, തല കുനിക്കേണ്ട ചില വെല്ലുവിളികൾ മുമ്പിൽ വരുന്നുണ്ട്. അവിടെ ഒന്നും നീ പതറരുത്, അവിടെ നീ പരാജയപ്പെടത്തില്ല. നിന്റെ കൊമ്പ് ദൈവം ഉയർത്തും. എങ്ങനെ ഉയർത്തുമെന്ന കാട്ടുപോത്തിന്റെ കൊമ്പ് ഉയർത്തുന്ന പോലെ നിന്റെ കൊമ്പ് ദൈവം ഉയർത്തും. അടുത്ത പദം കൂടെ ഒന്ന് പറയണം, അവൻ നിന്നെ പുതിയ എണ്ണ തേപ്പിക്കും. അഹരോന്റെ തലയിൽ ഒഴിച്ച അഭിഷേക തൈലം താടി വഴി ഒഴുകി വസ്ത്രത്തിന്റെ വെളിമ്പ് വരെ ഒഴുകി ഇറങ്ങിയത് പോലെ ദൈവം നിന്റെ തലയിൽ ദിവസങ്ങളിൽ പുതിയ അഭിഷേകം ഒഴിക്കട്ടെ. ജീവിതത്തിൽ തലപൊക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ വിഷയത്തിൽ നിന്റെ കൊമ്പുയരും, നിന്നെ പുതിയ എണ്ണ തേപ്പിക്കും. അനേകരുടെ നടുവിൽ ഒരു പുതിയ അനുഭവത്തോടെ നിർത്തുവാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ലജ്ജിതരാകേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ കൊമ്പുയർത്തുവാൻ ഞങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ദൈവമേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, അവരുടെ മേൽ വലിയ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിശ്ചയമായും നിന്റെ കൊമ്പ് ദൈവം ഉയർത്തും, നിന്നെ പുതിയ എണ്ണ ദൈവം തേപ്പിക്കും. അങ്ങനെ മുന്നോട്ട് പോകാം. ഗോഡ് ബ്ലെസ് യു.